നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആയവന അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജോസഫ് വാഴക്കൻ MLA നിർവഹിച്ചു. ധനമന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ നഗരസഭ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ മാണിയെ കുറ്റവിചാരണ ചെയ്യുമെന്ന് LDF ജില്ലാ കമ്മിറ്റി. ക്രൈസ്തവർക്ക് നേരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചുവരുന്ന പീഡനങ്ങൾ ഇല്ലാതാക്കുന്നതിനും പീഡിപ്പിക്കുന്നവരുടെ മാനസാന്തരത്തിനുമായി മുതലക്കോടം സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ കുരിശിന്റെ വഴി നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8-ാം തീയതി തൊടുപുഴയിൽ കൺവെൻഷനും സെമിനാറും സംഘടിപ്പിക്കും. സെമിനാർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തിയതിനെ തുടർന്ന് ജില്ലയിൽ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കുകൾ അടഞ്ഞുകിടന്നു. വാർത്തകൾ വിശദമായി. ആയവന അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജോസഫ് വാഴക്കൻ MLA നിർവഹിച്ചു. പൊതുസമ്മേളനത്തിൽ DCC പ്രസിഡന്റ് VJ പോലോസ് അധ്യക്ഷത വഹിച്ചു. അങ്ങനെ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് ബാങ്ക് വന്നു. നല്ലൊരു ടീം വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അതിന് മാത്രമല്ല ഇതൊക്കെ ഒരു വിശ്വാസ്യതയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരു ബാങ്കിലേക്ക് 6 കോടിയൊക്കെ പെട്ടെന്ന് നിക്ഷേപം വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. അത് മത്തായി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖലയിലും വ്യക്തിജീവിതത്തിലുമൊക്കെ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസ്യത തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഇവിടെയുള്ള ഇപ്പോഴുള്ള നമ്മുടെ ഏനാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 35 വർഷം അത് കൊണ്ടു നടന്നയാളാണ്. അതിനുശേഷം അദ്ദേഹം വേറെയും സഹകരണ മേഖലയിൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഉൾപ്പെടെ നിരവധി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം ഇരുന്ന കാലത്ത് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ ഒരു പ്രസ്ഥാനം തുടങ്ങി 2 വർഷത്തിനുള്ളിൽ ഇങ്ങനൊരു വലിയ സംവിധാനമാക്കി മാറ്റിയതിൽ അത്തായിച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കും ഒരുപാട് അഭിമാനിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു അഭിമാന ബോധത്തോടു കൂടി തന്നെയായിരിക്കും നിൽക്കുന്നത്. എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP പൗലോസ് സ്ട്രോങ് റൂം ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പിള്ളി ലോക്കർ ഉദ്ഘാടനവും മുൻ MP PT തോമസ് അഗ്രികൾച്ചർ സ്റ്റഡി സെന്റർ ഉദ്ഘാടനവും നിർവഹിച്ചു. മുൻ MP K ഫ്രാൻസിസ് ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് MM മത്തായി, സെക്രട്ടറി ജോസ് പാലേക്കുടി, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് പണ്ടാരപ്പിള്ളി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കൊന്നൽ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN വേലായുധൻ, ജെയ്സൺ ജോസഫ്, ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ജോർജ്, ആയവന പള്ളി വികാരി ഫാദർ മാത്യു കോണിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു ബെന്നി, KG രാധാകൃഷ്ണൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ മജീദ്, കേരള കോൺഗ്രസ് ജേക്കബ്, ജില്ലാ പ്രസിഡന്റ് വിൻസെന്റ് ജോസഫ്, സംഘം വൈസ് പ്രസിഡന്റ് ജോൺ തിരുവത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. BCCI വൈസ് പ്രസിഡന്റായി TC മാത്യു തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിനൊപ്പം ഇടുക്കിക്കും അഭിമാനമായി. തൊടുപുഴ അരിക്കുഴ സ്വദേശിയായ TC മാത്യു ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റും ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാനുമാണ്. TC മാത്യു BCCIയുടെ വൈസ് പ്രസിഡന്റായതോടെ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് മുഖ്യധാരയിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഉയരുന്നു. ഇടുക്കി ജില്ലയിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയവും പരിശീലനത്തിന് നൂതന സൗകര്യങ്ങളും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ ക്രിക്കറ്റ് പ്രേമികൾ. തൊടുപുഴയിൽ ലക്ഷ്യമിട്ടിരിക്കുന്ന ആധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയം അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാക്കാനാവുമെന്ന് TC മാത്യു പറഞ്ഞു. ഇത് പൂർത്തീകരിക്കുന്നതോടെ ക്രിക്കറ്റ് പരിശീലനത്തിന് എത്തുന്ന പുതിയ കളിക്കാർക്ക് പരിശീലനം നൽകി മികച്ച കളിക്കാരെ വാർത്തെടുക്കാൻ സാധിക്കും. മറ്റ് കായിക മത്സരങ്ങൾക്കൊപ്പം ക്രിക്കറ്റിലും ഇടുക്കിയിലെ കായിക താരങ്ങൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് TC മാത്യു പറഞ്ഞു. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ മോഡലിൽ തൊടുപുഴ കേന്ദ്രമായി കേരള ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിക്കാനും ഉദ്ദേശമുണ്ടെന്നും മാത്യു പറഞ്ഞു.
പശ്ചിമ മേഖലയുടെ പ്രതിനിധിയായാണ് TC മാത്യു BCCIയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മാത്യു ഇടുക്കി ജില്ലാ കോടതിയിൽ അഭിഭാഷകനായിരുന്നു. 1997 മുതൽ 2005 വരെ KCA ട്രഷററും 2005 മുതൽ 2014 വരെ സെക്രട്ടറി സ്ഥാനവും വഹിച്ചു. TC മാത്യു സെക്രട്ടറിയായിരിക്കെയാണ് കേരളത്തിലെ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്കായി വിഷൻ 2020 പദ്ധതി ആരംഭിച്ചത്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിച്ചു. ഇതിന്റെ ഭാഗമായാണ് വയനാട്, ഇടുക്കി, തിരുവനന്തപുരം, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചത്. 2014 ന്യൂസിലൻഡ് പര്യടനം നടത്തിയ ഇന്ത്യൻ ടീമിന്റെ മാനേജറായിരുന്നു. 2007 സിംബാബ്വെ, കെനിയ ടൂറിലും 2010 ഇംഗ്ലണ്ട് പര്യടനത്തിലും ഇന്ത്യൻ A ടീമിന്റെ മാനേജറായിരുന്നു. ധനമന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ നഗരസഭ, പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ മാണിയെ കുറ്റവിചാരണ ചെയ്യുമെന്ന് LDF ജില്ലാ കൺവീനർ KK ശിവരാമൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത അഴിമതി കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതി ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് സുപ്രീം കോടതി പോലും നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് മന്ത്രിമാരും ഉദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം ഭരണകക്ഷി നേതാക്കളുമെല്ലാം കോടികൾ വാരിക്കൂട്ടുന്ന, നാട് കൊള്ളയടിച്ച് കോടികൾ വാരിക്കൂട്ടുന്ന തിരക്കിലാണിപ്പോൾ. പുതിയ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ചില നികുതികൾ കുറവ് ചെയ്യുന്നു. അങ്ങനെ കുറവ് ചെയ്യുമ്പോൾ ആ നികുതി ദായകരിൽ നിന്നും വലിയ തോതിൽ പണം കൈപ്പറ്റുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത്. അപ്പോൾ ഇപ്പോഴൊരു സാഹചര്യത്തിലാണ് ശ്രീ KM മാണി ബഡ്ജറ്റ് ഏറ്റവും വിശുദ്ധമായ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും വരുമാന മാർഗങ്ങളും നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ ബഡ്ജറ്റിനെ പോലും വിറ്റ് കാശ് വാങ്ങുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടത്. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തെ അഴിമതിയുടെ പൂരപ്പറമ്പായി മാറ്റിയിരിക്കുകയാണ്. DLF ഫ്ളാറ്റ് കുംഭകോണം, സിവിൽ സപ്ലൈസ് അഴിമതി, കടകംപള്ളി, കളമശ്ശേരി ഭൂമി തട്ടിപ്പ് തുടങ്ങി നിരവധി അഴിമതികളാണ് ഉമ്മൻചാണ്ടി ഭരണത്തിൽ നടക്കുന്നതെന്നും ശിവരാമൻ കുറ്റപ്പെടുത്തി. ശനിയാഴ്ചയാണ് വിവിധ കേന്ദ്രങ്ങളിൽ മാണിയെ കുറ്റവിചാരണ ചെയ്യുന്നത്. CMP, JSS, RSPM, RSP, കാർത്തികേയൻ എന്നീ കക്ഷികളുടെയും പങ്കാളിത്തത്തോടെയാണ് സമരം നടത്തുന്നത്. നേതാക്കളായ VV മത്തായി, മാത്യു വർഗീസ്, TP ജോസഫ്, AP തോമസ്, ജോണി ചെരുവുപുറം, AN പ്രകാശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിലെ കുട്ടികളുടെ ബാൻഡ് മേളത്തിന്റെ അരങ്ങേറ്റം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. സ്വന്തമായി ബാൻഡ് ടീം ഉള്ള ജില്ലയിലെ ഏക UP സ്കൂളാണ് ഇത്. കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ജൂൺ മാസം മുതൽ തബല, ഓർഗൻ മ്യൂസിക്, ചിത്രരചന, ഡാൻസ്, വർക്ക് എക്സ്പീരിയൻസ്, ബാൻഡ് എന്നിവയിൽ കുട്ടികളുടെ താല്പര്യമനുസരിച്ച് മുഴുവൻ കുട്ടികൾക്കും പുറമേ നിന്ന് വിദഗ്ധരെ ഉൾപ്പെടുത്തി പരിശീലനം നൽകി വരികയായിരുന്നു. പൂഞ്ഞാർ CN രാജുവിന്റെ ശിക്ഷണത്തിൽ 31 കുട്ടികളാണ് ബാൻഡ് മേളം പഠിച്ച് അരങ്ങേറ്റം കുറിച്ചത്. ഭാരതമാത, ഫയർ എസ്കേപ്പ്, ട്യൂണിംഗ് റൗണ്ട്, ഗാഗുൽത്ത തുടങ്ങിയ വ്യത്യസ്ത പ്രകടനങ്ങളാണ് കുട്ടികൾ ബാൻഡ് ഡിസ്പ്ലേയിൽ കാഴ്ചവെച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മോനിപ്പിള്ളി, മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത്, കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ, സാഹിത്യകാരൻ ഷാജി മാലിപ്പറ, ഹെഡ് മാസ്റ്റർ PM ദേവസ്യാച്ചൻ, R മിനിമോൾ, കൊച്ചുത്രേസ്യ ജേക്കബ്, MS ശാന്തമ്മ, ഷിൻഡോ ജോർജ്, അനീഷ് ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
ക്രൈസ്തവർക്ക് നേരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾ ഇല്ലാതാക്കുന്നതിനും പീഡിപ്പിക്കുന്നവരുടെ മാനസാന്തരത്തിനുമായി മുതലക്കുളം സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ കുരിശിന്റെ വഴി നടത്തി. ആകാശപ്പറവുകളും അവരുടെ കൂട്ടുകാരും മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയുമാണ് പ്രാർത്ഥന സംഘടിപ്പിച്ചത്. പീഡിതരുടെ വിശ്വാസത്തിലുള്ള നിലനിൽപ്പിനും സ്വർഗത്തിൽ നിന്നുള്ള ഇടപെടലിനുമായി നടത്തിയ കുരിശിന്റെ വഴിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് അടപ്പൂർ, ഫാദർ റോബിൻ മുണ്ടക്കൽ, ഫാദർ മാത്യു കൊച്ചുമുണ്ടർമലയിൽ, ടോമി ദിവ്യരക്ഷാലയം, ഷാജൻ കുന്നിലടുത്ത്, ബിജു മുണ്ടമുടി, ബിനോയ് പാല, അന്നക്കുട്ടി, ആമോസ് കോട്ടയം തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ സ്കൂൾ നഴ്സറി വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. പൊതുസമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ AM ഹരിത് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ ഊർജം എങ്ങനെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ബാക്കിവെക്കാം എന്നൊരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സൈക്കിൾ റാലി നടത്തി വാഴക്കുളം വരെ എത്തി. അങ്ങനെ 3-4 പോയിന്റുകളിലൂടെ ഈ രാജ്യത്തെ ഊർജ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു പൊതുജ സമൂഹവുമായി. ആളുകൾ കൂടുന്നിടത്ത് സൈക്കിൾ ഇറങ്ങി ആ കുട്ടികൾ ഇന്ന് രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കും. അത് മറ്റ് സ്കൂളുകൾക്കൊക്കെ മാതൃകയാകുകയായിരുന്നു. ഇന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്കൂളുകൾക്കൊക്കെ മാതൃകയാവുന്ന തരത്തിൽ ഇതിന്റെ പ്രവർത്തനം പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തുമൊക്കെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ ഇന്ന് സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ മാതൃകയായി പറയുന്ന കുട്ടികളാണ്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ രംഗം വളരെ സജീവമായി തീർന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മോനിപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ ഉപഹാര സമർപ്പണവും യാത്രയയപ്പ് സന്ദേശവും നൽകി. സാഹിത്യകാരൻ ഷാജു മാലിപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ AEO KK രാജൻ ഓവറോൾ ട്രോഫി വിതരണം ചെയ്തു. കൗൺസിലർ ജോസ് മഠത്തിൽ സ്കൂൾ മുഖപത്രമായ അക്ഷരജ്യോതിയുടെ പ്രകാശനവും തൊടുപുഴ BPO AM നസീർ എൻഡോമെന്റ് വിതരണവും നടത്തി. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വ്യക്തിഗത ചാമ്പ്യൻ ബിബിൻ ജോർജ് പ്രതിഭകളെ ആദരിച്ചു. ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, ഹെഡ്മാസ്റ്റർ PM ദേവസ്യാച്ചൻ, സ്റ്റാഫ് സെക്രട്ടറി കൊച്ചുത്രേസ്യ ജേക്കബ്, ജെയിംസ് ടി മാളിയക്കൽ, സിസ്റ്റർ ആൻസലറ്റ്, KG ആന്റണി, ആലിസ് മറ്റപ്പള്ളി, സിജു ജോസഫ്, ബിന്ദു സണ്ണി, ടെസി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ലില്ലിക്കുട്ടി സേവ്യർ, PP സൈനബ ബീബി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ വാർഷികത്തോട് അനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു.